വലിയ ലോസ് നമുക്ക് തിങ്കളാഴ്ച വന്നു. അതിന് നമ്മൾ 2 ദിവസമായിട്ട് റിക്കവർ ചെയ്തെടുത്തു. പിന്നെ ഒരു ലോസ് നമുക്ക് ഇന്നലെ വന്നു. ഇന്നൊരു ചെറിയൊരു പ്രോഫിറ്റ് വന്നു. കീർത്തികെട്ടാണ്, ആരൊക്കെ എടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം കീർത്തികെട്ടുന്ന ട്രേഡ് എല്ലാവരും എടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ നമ്മൾ ഇട്ടതായിട്ട് തന്നെ രേഖപ്പെടുത്തും. മുന്നേ പറഞ്ഞിട്ടുണ്ട് കീർത്തികെട്ടുന്നത് എന്താണ് നിങ്ങൾക്ക് എടുക്കാവുന്നത്. ഗ്രൂപ്പിലിട്ട ട്രേഡ് മാത്രം ബേസ് ചെയ്തിട്ട് 8% ആണ് നമുക്കൊരു വീക്കിലി പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. ഏറ്റവും മിനിമൽ ആണ് ഇത് പറയുന്നത് ട്ടോ. കാരണം ഇതിന്റെ പല കാര്യങ്ങളും കട്ടിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒഴിവാക്കി കളഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് അടുത്ത ആഴ്ച മുതൽ ബുക്ക് കീപ്പിംഗ് അഥവാ ലെഡ്ജർ ചെയ്യാൻ പറഞ്ഞത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങളിൽ ഇരിക്കുന്ന പല ആളുകളും 8%, 10%, 5% ലോസ് പറഞ്ഞുതരും. എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ തന്നെ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം, ഗ്രൂപ്പിലിട്ട ട്രേഡ് മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫിഗർ ഇതും ഇതിന്റെ മുകളിലായിരിക്കും. താഴെയല്ല, ഇതിന്റെ മുകളിലായിരിക്കും. അപ്പോ ഇതിന് താഴെ വരുന്ന ഏതൊരു ഫിഗറും ഗ്രൂപ്പിൽ ഇട്ടത് മുഴുവൻ ട്രേഡ് എടുക്കാത്തതും പേഴ്സണലി ട്രേഡ് എടുത്തതിൽ ലോസ് വന്നതാണ്. അപ്പൊ പേഴ്സണലി ലോസ് വന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. മാനേജ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ഓരോരുത്തരും പേഴ്സണലി ട്രേഡ് എടുത്തതിനെ മാനേജ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ പറ്റില്ല. അതൊരു ശീലമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് എത്രത്തോളം ഇതിനെ നമ്മൾ ഇങ്ങനെ ഒരു ഇത് വന്നത്. ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങളിലേക്ക്, ഇതൊരു ഫിഗർ മാത്രമാണ്. ഇതിനെ ഡീകോഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അവരെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഇന്ന ദിവസം ഇന്ന ട്രേഡ് ഇന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ അനാലിസിസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഓരോ ട്രേഡിനെ കുറിച്ചിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ വീക്കിലി എന്ന രീതിയിൽ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വീക്കിലി റിപ്പോർട്ട് ഇട്ടിട്ട് നമ്മൾ ഇതിനെ അനാലിസിസ് വീക്കിലി പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതില് ഞാൻ വീണ്ടും ചോദിക്കുന്നു, ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇത് മാനിപ്പുലേറ്റഡ് ആണ് അല്ലെങ്കിൽ ഇതൊരു ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഷെബില് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. വേറെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. 2-3 ആൾക്കാർ ഇല്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടുന്നുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതല്ല, ഞാൻ വീണ്ടും പറയുന്നതല്ല. നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടാമത് ഞാൻ കാണിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞു ബുക്ക് കീപ്പിംഗ് അഥവാ ലെഡ്ജർ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത് ഇത് കാണിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റിനാണ്. എന്ന് വെച്ചാൽ 8%, 10% ഒക്കെ നിങ്ങൾക്ക് വീക്കിലി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ള ഒരു കോൺഫിഡന്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇതില് മാജിക്കൽ ട്രേഡുകളൊന്നും ഇല്ല. പക്ഷെ നമുക്ക് വലിയ ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. മാജിക്കൽ ട്രേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യാകാശത്ത് നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ട്രേഡൊന്നുമല്ല. എനിക്കറിയാവുന്ന ട്രേഡ്, എനിക്കറിയാവുന്ന മെത്തേഡ് വെച്ചിട്ട് ചെയ്താണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി സെറ്റപ്പെന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബിൽഡ് ചെയ്യാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം. ആദ്യകാലത്ത് വല്ല ലോസും വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ 5%, 10% ഒക്കെ വീക്കിലി ലോസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവണം അതെങ്ങനെ വന്നു, അതിനെങ്ങനെ റിക്കവർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതിനും കൂടിയിട്ടാണ് ഇത് വന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് ഇതും തമ്മിൽ എന്താ ബന്ധം? ഇത് ഞാൻ ഇട്ടിരിക്കുന്നതിൽ നല്ല സക്സസ് ഉള്ള ട്രേഡുകൾ ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഞാനും അതുപോലെ തന്നെ ഓരോ ചെറിയ ചെറിയ സ്ട്രാറ്റജിയിൽ ഇതുപോലെ നോക്കിയാണ് ഞാൻ എന്റെ സ്ട്രാറ്റജിയിലേക്ക് സ്വയത്തിയത് അല്ലെങ്കിൽ സെറ്റപ്പിലേക്ക് സ്വയത്തിയത്. അപ്പൊ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ട്രാറ്റജിയിൽ നിങ്ങൾ പരീക്ഷണം നടത്തുക എന്നല്ല ഞാൻ പറഞ്ഞത്, നോട്ട് ചെയ്ത് അതിൽ എവിടേക്ക് മിസ്റ്റേക്ക് വന്നു, കാര്യങ്ങളുണ്ട്, അതെല്ലാം ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് ഡെയിലി. ഇന്നിപ്പോ തുടങ്ങിയ സമയത്ത് സനു പറഞ്ഞ പോലെ ഇന്ന് ആരും ഇട്ടുണ്ടായിരുന്നില്ല. ഡെയിലി ഗ്രൂപ്പിൽ നിങ്ങൾ 1-2 ഇത് ഇടണം. സിഗ്നലായിട്ട് ഇടരുത്. കാരണം നിങ്ങൾ ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇടുന്ന സമയത്ത് കുറെ തെറ്റുപറ്റാനുള്ള സാധ്യത ഉണ്ട്. കാരണം സിഗ്നലായിട്ട് ഇടരുത് എന്ന് പറഞ്ഞ വ്യക്തിയോട് ചോദിച്ചാൽ അറിയാം. കാരണം ആ ട്രേഡ് മുകളിലോട്ടാണ് കയറിപ്പോയത്. ആൾക്കറിയാം അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടാണ് കയറിപ്പോയത്. ട്രെൻഡിനെ അഗെയിൻസ്റ്റ് വരയ്ക്കും. ചിലപ്പോൾ നിങ്ങൾ കാണുന്ന 3 പോയിന്റ് വെച്ച് വരയ്ക്കുമ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഓരോ ട്രേഡ് ഫെയിലിയർ ആവുമ്പോഴാണ് നമ്മൾ അതിന്റെ പുറകിലുള്ള റീസൺ പറഞ്ഞു തരുള്ളൂ. സക്സസ് ആകുമ്പോൾ നിങ്ങൾ എന്താ നോക്കില്ല. അപ്പൊ ഫെയിലിയേഴ്സിന്റെയും സക്സസിന്റെയും കൂടി രണ്ടും ഇടണം. കാരണം വെച്ചാൽ രണ്ടും നമുക്ക് അനാലിസിസ് ചെയ്യണം. പക്ഷെ നമുക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇതിലാണ്, ഫെയിലിയറിലാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, അതായത് തുടങ്ങിയ സമയത്ത് സനു പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ 1-2, എല്ലാവരും 1-2 ഇട്ടോ, ആരും ഇടാതിരിക്കരുത്. 1-2 ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ മുകളിൽ വിശകലനം വരും. നിങ്ങൾ എല്ലാവരും 1-2 ഇട്ടുണ്ട്. ഗ്രൂപ്പിൽ ഏകദേശം 80-85 പേരുണ്ട്. ഇട്ടെങ്കിൽ 160-170 മെസ്സേജ് ഒക്കെയാവും. നോ ഇഷ്യൂ, നിങ്ങൾ ഇട്ടോ. ആദ്യകാലത്ത് നിങ്ങൾ അങ്ങനെ തന്നെ ഇട്ടോ. ഇട്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. ഒരൊറ്റ ആഴ്ച മതി. ഞാൻ മുന്നും പറഞ്ഞിട്ട്, ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് എന്താ ഒരു സ്ട്രാറ്റജി ഞാൻ തന്നെ പഠിപ്പിക്കാതെ, ഞാൻ തന്നെ അഡ്വാൻസ് ലെവൽ പഠിപ്പിക്കാതെ നിങ്ങൾക്ക് എന്താ തറവായി കിട്ടും. നിങ്ങൾ ഇടാതിരുന്നാൽ, ഇന്നലെ പറഞ്ഞു പോയതാണ്, എന്നിട്ട് നിങ്ങൾ ആരും ഇന്ന് ഇട്ടിട്ടില്ല. ഇടാതിരുന്നാൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ല ആർക്കും, സംശയങ്ങൾ ഉണ്ടാവില്ല ആർക്കും. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ തോന്നിയ പോലെ സ്ട്രാറ്റജി എടുക്കും, എന്നിട്ട് പറയും അത് ഫെയിലാന്ന് പറയും. പിന്നെ ഫെയിലായി എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് മനം മടുക്കും. അപ്പൊ നിങ്ങൾ തോന്നിയ പോലെ, പഴയ പോലെ തന്നെ തോന്നിയ പോലെ, അല്ലെങ്കിൽ ഇപ്പൊ എടുക്കുന്ന പോലെ തന്നെ തോന്നിയ പോലെ എന്ത് ചെയ്യും,
ട്രേഡുകൾ എടുക്കും. കയ്യിലിരിക്കുന്ന പ്രോഫിറ്റ് ക്യാപിറ്റൽ നിങ്ങൾ എന്ത് ചെയ്യും? മൈനസിലേക്ക് കൊണ്ടുപോകും. അത് വലിയ മൈനസിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ വാഷ് ഔട്ട് ആയി പോകും. മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലായി. ക്ലിയർ ആയിട്ടല്ലോ അല്ലെ? അപ്പോ തിങ്കളാഴ്ച മുതൽ എല്ലാവരും റെഡി അല്ലേ? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, തിങ്കളാഴ്ച മുതൽ എല്ലാവരും റെഡി അല്ലേ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച സമയത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. എനിവേ, ഇതാണ് ഈ വീക്കിലുള്ള റിസൾട്ട്. വീക്ക്ലി അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 15 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കുകയാണ്. കാരണം ജസ്റ്റ് പറയാനുള്ളൂ. നമ്മളിപ്പോ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി നമ്മൾ ഇതിനെ കുറിച്ചിട്ട് അനാലിസിസ് ചെയ്യുന്നുണ്ട്. വീക്കിലിയിൽ ഓവറോൾ റിസൾട്ട് മാത്രമാണ് പറയാൻ. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിന് എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ എഴുതി പറയാം. വീക്കിന് നമുക്ക് ആദ്യം വേണ്ടത് ലെഡ്ജർ വേണം. രണ്ടാമത് എന്താ, നമ്മുടെ ടാർഗറ്റ് എത്ര? അടുത്ത വീക്കിൽ എത്രയാണ് ടാർഗറ്റ് നിങ്ങളുടെ? 10% ആകുമ്പോൾ 2.5% ടാർഗറ്റ്. പിന്നെന്താണ് വേണ്ടത് നിങ്ങൾക്ക്? ലെഡ്ജർ വേണം, 2.5% ടാർഗറ്റ് വേണം. സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. സ്റ്റിക്ക് ഓൺ ചെയ്യണം വെച്ചാൽ സ്ട്രാറ്റജീനെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കണം. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് വീക്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് വീക്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ആയിട്ട് വരുന്ന കാര്യം ഇത്രയാണ്. ഇത്രയും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതിൽ ചെയ്തൂടെ? ചെറിയ ടാർഗറ്റ് ആണ്, 2.5% ആണ് വീക്കിലി വരുന്നത്. 2.5% ആണ്. അതെങ്ങനെ ചെയ്യണം? എങ്ങനെ ചെയ്യണം? നമ്മുടേതായ ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജിയിൽ ചെയ്യണം. നിങ്ങൾ ലെഡ്ജറിൽ മെൻഷൻ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജിയിൽ എത്ര ട്രേഡ് എടുത്തു, അതിൽ എത്ര ട്രേഡ് സക്സസ് ആയി, എത്ര ട്രേഡ് ലോസ് ആയി, അതിൽ എത്ര പെർസെന്റേജ് നിങ്ങൾ ഏൺ ചെയ്തു, ക്യാപിറ്റലിൽ എത്ര പെർസെന്റേജ് ഏൺ ചെയ്തു, എത്ര പെർസെന്റേജ് നിങ്ങൾക്ക് ലോസ് വന്നു എന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്യണം. പ്ലസ് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് അത് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്തതാണ് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്ന സിഗ്നൽ ആണെന്നുള്ളതും നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ അനാലിസിസ് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ, നിങ്ങളുടെ കഴിവ് എന്താന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. ഗ്രൂപ്പിലെ എന്ത് ചെയ്യും? ഗ്രൂപ്പിന്റെ സിഗ്നലിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഗ്രൂപ്പിന്റെ സിഗ്നലിൽ ഡിപ്പെൻഡ് ചെയ്യാനല്ലോ ഉദ്ദേശിക്കുന്നത്, അല്ലല്ലോ. നെക്സ്റ്റ് 3 monthsന്റെ ഉള്ളിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് 10% മന്ത്ലി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും എയിം. നെക്സ്റ്റ് 3 monthsന്റെ ഉള്ളിൽ. അപ്പൊ നെക്സ്റ്റ് 3 monthsന്റെ ഉള്ളിൽ 10% കൺസിസ്റ്റന്റ് ആയി എടുക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കണം. ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തതിൽ മാത്രമല്ല, നിങ്ങൾ തന്നെ ചെയ്ത് പഠിക്കണം. അപ്പൊ എല്ലാവരും റെഡി അല്ലത്? ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇതാർക്കെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടോ?